നമസ്കാരം. ഒരു ഭരണവും ഒരു ഭരണകർത്താവും അദ്ദേഹത്തിൻ്റെ താളത്തിനനുസരിച്ച് തുള്ളുന്ന, അതോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്ന അണിയറ പ്രവർത്തകരും അണികളും. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു. ഭരണത്തിൻ്റെ ഭരണസാരഥി എന്ന് പറയപ്പെടുന്നത് സഖാവ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികളായി മന്ത്രിമാരായി മന്ത്രിസഭയിലുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറാൻമൂളികളായി നിൽക്കുന്ന സഖാക്കൾ 20 പേർ. ഇവരെല്ലാവരും കൂടി ചേർന്ന് കേരളത്തെ ഇങ്ങനെ വിപ്ലവകരമായ രീതിയിൽ വ്യാവസായികവൽക്കരണം നടത്തി പുരോഗതിയുടെ പാതയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയപ്പെടുന്നു. എന്ത് പുരോഗതി ഉണ്ടായി, എന്ത് പുരോഗമനം ഉണ്ടായി എന്നൊന്നും അറിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ എന്താണ് ഭരണം, ആരാണ് ഭരിക്കുന്നത് എന്ന് സാധാരണ ജനങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ അവർ പറയുന്ന ഉത്തരം ഇതാണോ ഭരണം, ഇങ്ങനെയാണോ ഭരിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ഈ വാദങ്ങളൊക്കെ വെറുതെയല്ലേ? ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാടുകൾ, നടപടികൾ ഒക്കെ ഈ സംസ്ഥാനത്തെ മാത്രമല്ല അന്യ സംസ്ഥാനത്തെ ഭക്തജനങ്ങൾക്ക് വരെ എതിർപ്പുളവാക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ നാണിക്കേണ്ടി വരും, ഖേദം പ്രകടിപ്പിക്കേണ്ടിയും വരും. കാരണം അതാണ് സംഭവിച്ചത്. ശബരിമലയിൽ വരുന്നവർക്ക് മലിനജലം കുളിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷം. ഒപ്പം മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്ന അതിനേക്കാളിലേറെ ദുരിതപൂർണമായ അവസ്ഥ. ഇങ്ങനെയൊക്കെയായിരുന്നു ശബരിമല. എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഈ 41 ദിവസം മണ്ഡലകാലം അവസാനിക്കാൻ പോകുന്ന ഈ നിമിഷത്തിൽ പോലും പൂർണ്ണമായിട്ടും ശബരിമലയെ കൃത്യമായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാതായി പോയത് എന്നതും ജനങ്ങളുടെ മനസ്സിലെ ചോദ്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നാണ്. കാരണം ഈ ഭരണത്തെക്കുറിച്ച് ആരെങ്കിലും അങ്ങനെ ചോദ്യം വന്നാൽ ആ ചോദ്യത്തിന് സാധാരണക്കാരൻ്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇതാണോ ഭരണം? ഇതാണ് ശബരിമലയിലും കേട്ടത്. അന്യസംസ്ഥാന ഭക്തരടക്കം പറയുന്നത് എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത്, എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്, ഞങ്ങളെ ഇങ്ങനെ ദുരിതത്തിലാക്കുന്നത് എന്ന് ചോദിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഈ മണ്ഡല മകരവിളക്ക് കാലത്തല്ലാതെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരും. പിണറായി വിജയൻ്റെ ഭരണം, ഇവിടുത്തെ കേരളം തന്നെ അതിനെ കടലിൽ മുക്കും ഇങ്ങനെ പറയുന്ന സാധാരണ ജനങ്ങളുണ്ട്. ഇത് പറയുന്നത് പക്ഷേ മറിയക്കുട്ടിയാണ് കേട്ടോ. മറിയക്കുട്ടി അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം BJPയുടെ വേദിയിലാണ് ഈ സർക്കാരിനെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മറിയക്കുട്ടി എന്ന് പറയപ്പെടുന്ന 86 വയസ്സുകാരി രംഗത്തെത്തിയത്. കാരണം ഈ പെൻഷൻ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ കേരള സർക്കാരിനുമെതിരെ ഹൈക്കോടതിയിൽ വരെ പോയ വ്യക്തിത്വമാണ് മറിയക്കുട്ടി എന്നുള്ളത്. ആ മറിയക്കുട്ടിയാണ് ഇപ്പോൾ BJPയുടെ വേദിയിലെത്തി ഈ പിണറായി വിജയൻ്റെ ഭരണത്തെ കേരളം കടലിൽ മുക്കുമെന്ന് പറയുന്ന വാദത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു മറിയക്കുട്ടിയല്ല, പല മറിയക്കുട്ടിമാരുടെയും വാദം ഇതുതന്നെയാണ്. ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു ക്രിസ്മസ് സായാഹ്ന പരിപാടിയിലായിരുന്നു നമ്മുടെ ഈ മറിയക്കുട്ടി പങ്കെടുക്കുകയും അവർ അതിനകത്ത് സംസാരിക്കുകയും ചെയ്തത്. BJPയുടെ വേദിയിലും സംസ്ഥാന സർക്കാരിനെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുവാനൊക്കെ മറിയക്കുട്ടി ശ്രമിച്ചിട്ടുണ്ട്. അവരത് മറക്കാതെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിണറായി വിജയൻ്റെ ഭരണത്തെ കേരളം തന്നെ കടലിൽ മുക്കുമെന്നും ഭരണമെന്ന് പറയപ്പെടുന്നത് ജനങ്ങൾക്ക് മടുത്തെന്നുമാണ് മറിയക്കുട്ടിയുടെ വാദങ്ങൾ. ഇങ്ങനെ ഇവിടുത്തെ ജനങ്ങൾക്ക് അരി കിട്ടുന്നില്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല, പഠിച്ച കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അരി തരുന്നത് എന്നതുവരെ മറിയക്കുട്ടി പറയുകയാണ്. പിണറായി വിജയൻ്റെ ഗുണ്ടകൾക്കാണ് ഇവിടെ ജോലി ലഭിക്കുന്നത്. പോലീസ് മറ്റുള്ളവരുടെ തല തല്ലിപ്പൊളിക്കുമ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ആൾ, പിണറായി വിജയൻ്റെ ഗുണ്ടകളെ അയാൾ ഉമ്മ വയ്ക്കുകയാണ് എന്നാണ് മറിയക്കുട്ടിയുടെ വാദം. സമരം ചെയ്തവരെ തല്ലിയ പോലീസുകാർക്ക് ജനം മാർക്കിട്ടിട്ടുണ്ട് എന്നുവരെ മറിയക്കുട്ടി പറഞ്ഞു വെക്കുന്നു. മറിയക്കുട്ടിയുടെ സാധാരണ ജനങ്ങളുടെ വാക്കുകളാണ് എന്നത് വളരെ ശ്രദ്ധേയവുമാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നടൻ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചാൽ നാട് രക്ഷപ്പെടുമെന്നും CPIM ഒഴികെ ആര് വിളിച്ചാലും താൻ അവരുടെ വേദികളിൽ പോകുമെന്നുമാണ് ഇപ്പോൾ മറിയക്കുട്ടി പറഞ്ഞു വച്ചിരിക്കുന്നത്. മറിയക്കുട്ടിയുടെ പ്രസംഗം പലപ്പോഴും വൈറലാകാറുണ്ട്.
കാരണം ഈ സമൂഹ മാധ്യമങ്ങളടക്കം ഓൺലൈൻ മാധ്യമങ്ങളടക്കം മറിയക്കുട്ടിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മറിയക്കുട്ടിയുടെ വാർത്തകൾ അത്രത്തോളം വൈറലാകുന്നു. ഇപ്പോൾ BJPയുടെ ഒരു സദസ്സിലെത്തുകയും അവിടെ അവർ പ്രസംഗിക്കുകയും ചെയ്തതിന് ശേഷം അവർ പറഞ്ഞത് CPIM ഒഴികെയുള്ള ആര് വിളിച്ചാലും പ്രസംഗിക്കാൻ പോവുകയും അവിടെ ചെന്ന് അവർ പ്രസംഗം നടത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, ആരുമാകട്ടെ. കാരണം അവർ പറഞ്ഞ പോലെ ഇവിടെ പെൻഷൻ ലഭിക്കുന്നില്ല, പഠിച്ച കുട്ടികൾക്ക്, വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക് ഉദ്യോഗം ലഭിക്കുന്നില്ല, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളതിൻ്റെ സൂചനകളടക്കം മറിയക്കുട്ടിയെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഒരു സംസ്ഥാനത്തെ ഭരണം എത്രത്തോളം ദുരിതപൂർണമാണ് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയും നേർസാക്ഷ്യവുമാണ് മറിയക്കുട്ടിമാരുടെ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളെന്ന് പറയുന്നത്. പെൻഷൻ മുടങ്ങിയതിൻ്റെ പേരിൽ ഭിക്ഷ യാചിച്ചുകൊണ്ട് നമ്മൾ ഈ സർക്കാരിനെതിരെയൊക്കെ പ്രതിഷേധിച്ച മറിയക്കുട്ടിയെ ആരും മറന്നു കാണില്ല എന്നുള്ളത് ഉറപ്പാണ്. വളരെ ശ്രദ്ധേയമായിരുന്നല്ലോ. പിന്നീട് കേരള സർക്കാരിനെതിരെ ഹൈക്കോടതിയിൽ പോവുകയും ചെയ്തിരുന്നു. അത് വലിയ വിവാദവുമൊക്കെ ആയിരുന്നു. അങ്ങനെ അത്തരത്തിൽ മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന പിണറായി വിജയനെതിരെ ഇത്രയും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ കഴിഞ്ഞ മറ്റൊരു പ്രതിപക്ഷ നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനത്തേക്ക് മറിയക്കുട്ടിയെ അവരോധിച്ചിരുന്നു കേരളത്തിലെ ജനങ്ങൾ. ചിലരോട് ചില വാക്കുകൾ പറയേണ്ടി വരും, വളരെ കടുത്ത ഭാഷയിൽ തന്നെ എതിർക്കേണ്ടി വരും. അത് പ്രതിപക്ഷ സ്വരമാണെങ്കിൽ ആ സ്വരത്തിൽ തന്നെ പറയേണ്ടി വരും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു മറിയക്കുട്ടി എന്നുള്ളത്. അങ്ങനെ ആ മറിയക്കുട്ടിക്ക് കൊടുക്കുവാൻ വരും 1600 രൂപ ഇല്ലാത്ത ഒരു സർക്കാർ, അതാണ് പിണറായി വിജയൻ്റെ സർക്കാർ. മറിയക്കുട്ടിമാരെ പോലെ എത്രയോ അമ്മമാർ, അവർക്ക് ലഭിക്കേണ്ട തുക ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു കാര്യം, വളരെ അതിശയപൂർണമായ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രി ഈ ഓണത്തിനിവിടെ സദ്യ വിളമ്പി, വലിയ സദ്യയായിരുന്നു. ആ സദ്യയ്ക്ക് ചിലവായത് എത്രയാണെന്നറിയാമോ? 27 ലക്ഷം രൂപ. കണക്ക് പറഞ്ഞാൽ 26.86 ലക്ഷം രൂപ. ഒരു മറിയക്കുട്ടിക്ക് 1600 രൂപ കൊടുക്കാനില്ല. പ്രമുഖരെ വിളിച്ചുകൂട്ടി സദ്യ കൊടുക്കുന്നതിന് 27 ലക്ഷം രൂപയോളം ചിലവഴിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രി. കഴിഞ്ഞ ദിവസം ഖജനാവിൽ നിന്ന് പണം ആർക്കും കൊടുക്കുന്നില്ല. പക്ഷേ 7.86 ലക്ഷം രൂപ അതും ഇളവ് വരുത്തിക്കൊണ്ടിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓണസദ്യക്കായിട്ട് പ്രത്യേകമായിട്ട് അനുവദിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഈ മാസം 13-ന് അധിക ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 26-ന് നിയമസഭാ മന്ദിരത്തിൽ നടന്ന സദ്യക്കായിട്ട് ഏകദേശം 19 ലക്ഷം രൂപ അത് നവംബർ 8-ന് അനുവദിക്കുകയും ചെയ്തിരുന്നു. അധിക തുക കൂടി അനുവദിച്ചോടുകൂടിയാണ് ഇപ്പോൾ ഓണസദ്യയ്ക്ക് ആകെ ചെലവ് എന്ന് പറയപ്പെടുന്ന 26.86 ലക്ഷം രൂപയായി. 19 ലക്ഷം രൂപ നവംബറിൽ കൊടുത്തു. ഇപ്പോൾ ഈ മാസം 13-ാം തീയതി ബാക്കി 7.86 ലക്ഷം രൂപ കൂടി കൊടുത്തിരിക്കുന്നു. ഇനി ഇത് ഏത് വകയിലാണ് ഈ അധിക തുക അനുവദിച്ചത് എന്ന് ഉത്തരവിൽ വ്യക്തവുമല്ല കേട്ടോ. എന്നാൽ ഇത്രയും ഭീമമായ തുക ചെലവാക്കിയ സദ്യയിൽ, ആ സദ്യയിൽ എത്ര പേർ പങ്കെടുത്തു എന്ന് കൃത്യമായിട്ടുള്ളൊരു കൃത്യമായ കണക്കില്ല എന്നുള്ളതാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് സർക്കാർ നൽകിയ മറുപടി എന്ന് പറയപ്പെടുന്നത്. 5 തരം പായസം ഉൾപ്പെടെയുള്ള 65 വിഭവങ്ങൾ ഉൾപ്പെടുന്ന ഗംഭീര സദ്യയായിരുന്നു. ഒരു സ്വകാര്യ കാറ്ററിംഗ് ആണ് നടത്തിയതും ആ സ്വകാര്യ കാറ്ററിംഗ് സ്ഥാപനം വിളമ്പിയത് ഇത്തരത്തിലുള്ള വലിയ സദ്യയായിരുന്നു. സ്പീക്കർ AN ഷംസീറും നിയമസഭയിൽ ഓണസദ്യ ആ കാലത്ത് തന്നെ ഒരുക്കിയിരുന്നു. ഇതുകൂടാതെയായിരുന്നു പൗരപ്രമുഖർക്കായി മുഖ്യമന്ത്രിയുടെ സദ്യ 27 ലക്ഷം രൂപയ്ക്ക്. ഇപ്പോൾ പുതുവർഷപ്പിറവി വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ചുകൊണ്ട് ഈ മാസം ജനുവരി മാസം 3-ാം തീയതി മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി വിരുന്നൊരുക്കുന്നുണ്ട്. അതിനി എത്ര ലക്ഷം രൂപയാണെന്ന് കണ്ടറിയാം. ഇപ്പം ഞാൻ പറയുന്നത് 27 ലക്ഷം രൂപ കൊടുത്ത് ഓണസദ്യ വിളമ്പുന്നു. ഇത് ആർക്കാ വിളമ്പിയത്? അതിന് തൊട്ട് മുൻപ് സ്പീക്കർ നിയമസഭയിൽ അത്തരത്തിലൊരു വലിയ സദ്യ നടത്തിയിരുന്നു. അതെല്ലാവരും കഴിച്ചതുമാണ്. അതിനോടനുബന്ധിച്ചാണ് അടുത്ത സദ്യ മുഖ്യമന്ത്രി നടപ്പിലാക്കിയത് 27 ലക്ഷം രൂപയ്ക്ക്. ആരാ കഴിച്ചത്? പൗരപ്രമുഖരെ എപ്പോഴും കൂട്ടുന്നൊരു സ്വാതന്ത്ര്യവും ഒരു രീതിയും നമ്മുടെ ശ്രീ പിണറായി വിജയൻ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് കേട്ടോ. കാരണം അദ്ദേഹം ഈ നവകേരള സദസ്സ് നടത്തുമ്പോൾ തന്നെ രാവിലെ ഭക്ഷണം കഴിക്കുന്നത്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കുമ്പോൾ തന്നെ പൗരപ്രമുഖരെ കൂടെ ഇരുന്ന് മാത്രമേ അദ്ദേഹം കഴിക്കൂ. അത് എല്ലാ ജില്ലകളിലും, ചിലപ്പോൾ 140 നിയോജക മണ്ഡലങ്ങളിലും അത്തരത്തിലൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കിയത്. അതിൽ അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ജനങ്ങളോടൊന്നും വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പൗരപ്രമുഖരോട് വലിയ അടുപ്പമാണ്.
വലിയ ലോഹിത്തിലാണവർ. കാരണം വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ പൗരപ്രമുഖരെ കയ്യിൽ നിന്നാണല്ലോ സ്പോൺസേഡ് പരിപാടിയായിട്ട് സ്വീകരിക്കേണ്ട കാശ് ലഭിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പൗരപ്രമുഖരെ ഇപ്പോഴേ കണ്ടങ്ങ് ഒതുക്കി വച്ചേക്കുകയാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ 27 ലക്ഷം രൂപ കൊടുത്ത് ഓണസദ്യ നടത്തിയപ്പോൾ അതിനകത്ത് പങ്കെടുത്തതും ഈ പറയുന്ന പൗരപ്രമുഖർ തന്നെയാണ്. നവകേരള സദസ്സ് നടത്തിയപ്പോൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള രാവിലത്തെ അദ്ദേഹത്തെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം എത്തിയതും ഇത്തരത്തിലുള്ള പൗരപ്രമുഖർ തന്നെയാണ്. ഇനി വരുന്ന തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ജനുവരി മാസം 3-ാം തീയതി മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടത്തുന്ന പരിപാടി, അതായത് പുതുവർഷപ്പിറവിയോടനുബന്ധിച്ച് അന്ന് നടത്താൻ പോകുന്നു. അതിലും പങ്കെടുക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള പൗരപ്രമുഖരാണ്. എവിടെയാണ് സാധാരണക്കാരെത്തുന്നത്? അവിടെയാണ് മറിയക്കുട്ടി പറഞ്ഞതുപോലെ പിണറായിയുടെ ഈ ദുർഭരണത്തെ കേരളം തന്നെ കടലിൽ എറിയുമെന്നുള്ളത്. അതുകൊണ്ട് മറിയക്കുട്ടി എന്ന് പറയപ്പെടുന്നത് ഒരു വ്യക്തിയല്ല, ആ ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നതുമല്ല. കേരളത്തിൻ്റെ നേർസാക്ഷ്യമാണ് മറിയക്കുട്ടി എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹത്തിലെ ജനങ്ങളുടെ ഭൂരിപക്ഷ ജനങ്ങളുടെ ചിന്തയാണ് മറിയക്കുട്ടിയിലൂടെ പുറത്തു വരുന്നതെന്ന് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുക ശ്രീ പിണറായി വിജയൻ. നിങ്ങളുടെ ഈ ഭരണത്തെ തൂത്തെറിയാൻ പോകുന്നു കേരളത്തിലെ ജനങ്ങൾ എന്നുള്ളതിൻ്റെ സൂചനകളാണ് മറിയക്കുട്ടിയെപ്പോലുള്ള അമ്മമാർ പുറപ്പെടുവിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു.